എൻ്റെ വിഷയം ഇതാണെന്നേ, സഭയിൽ അതിനുള്ള ഏറെ അവസരങ്ങൾ, ചോദ്യോത്തരവേളയിൽ, ശ്രദ്ധ ക്ഷണിക്കലിൽ, സബ്മിഷനുകളിൽ, ഇനി ഇതാ അല്ലെങ്കിൽ സഭ ചർച്ച ചെയ്യാൻ ഇത് നടപടികളിൽ അച്ചടക്കം ഒന്നും വേണ്ട. സഭയിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, പക്ഷേ വസ്തുത അറിയാനുള്ള പൗരന്മാരുടെ അവകാശമുണ്ടല്ലോ. ആ വസ്തുത അറിയണ്ടേ? സഭയ്ക്കുള്ളിൽ എനിക്കിതാ മനസ്സിലാവാത്തത്, സ്മൃതി എന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് സഭയ്ക്കുള്ളിൽ ഭരണപക്ഷം നൽകുന്ന ഒരു ഉത്തരം ഈ വിഷയത്തിൽ വേണ്ടേ? ഉത്തരവാദിത്തത്തോടുകൂടി നൽകിയ പ്രതികരണം അങ്ങ് പറഞ്ഞു. ഏത് ഉത്തരവാദിത്തത്തോടുകൂടി ദേവസ്വം മന്ത്രിയോട് പ്രതിപക്ഷം ചോദിച്ചൊരു ചോദ്യം പറയൂ. എന്താണ് പ്രതിപക്ഷം ഉത്തരവാദിത്വത്തോടുകൂടി ദേവസ്വം മന്ത്രിയോട് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ചോദിച്ചൊരു ചോദ്യം? ദേവസ്വം ബോർഡിന്റെ പിഴവുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. 2019 മുതലുള്ള സഭയ്ക്കുള്ളിൽ പറയുന്നില്ലേ? ഒന്നും പറഞ്ഞില്ലേ? എപ്പോ ചോദിച്ചു? സഭയ്ക്കുള്ളിൽ ചോദിച്ചില്ലെന്ന് മാത്രമല്ല, സഭയ്ക്കുള്ളിൽ ദേവസ്വം മന്ത്രിക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു നോട്ടീസോ ചോദ്യം പോലും പ്രതിപക്ഷം കൊടുത്തിട്ടില്ല. ഇതിനു മുമ്പ് നോട്ടീസ് കൊടുത്ത് നടന്ന ചർച്ചകൾ കണ്ടല്ലോ. ഇന്നലെ പറഞ്ഞത് വീണ്ടും അതേ പോയിന്റിലാണ് പ്രതിപക്ഷമായിരുന്നപ്പോൾ ഇതിനു മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ എന്ന് പറഞ്ഞ് ഇപ്പോഴും ചെയ്യണം എന്നാണോ? ചെയ്യണം. ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇങ്ങനെയൊക്കെയാണോ സഭ? ഇങ്ങനെയാണോ സഭ? ഇങ്ങനെയും സഭയുണ്ട്. ഇങ്ങനെയാണോ സഭ? സംഭവിക്കും. ഇന്ന് സഭ ബഹിഷ്കരിച്ചത് കൊണ്ട് ഉണ്ടായ നേട്ടം എന്താ? ആയിക്കോട്ടെ, അതായത് ഞങ്ങളുടെ നിലപാട് ഇതാണ്. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും രാജിവെക്കുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതാണ്. നോക്കൂ, 2019 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണമോഷണത്തിന്റെ പേരിൽ 2025 ഇന്നത്തെ ദേവസ്വം മന്ത്രിയും ഇന്ന് 2 വർഷം മുമ്പ് മാത്രം നിയമിതനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയ യുക്തി എന്താ?